ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നതാ പട്ടികളെ. ഇപ്പൊ കണ്ട സീനൊക്കെ ഒരുപാട് ചിരിച്ചു. ഇപ്പൊ വീണ്ടും സോഷ്യൽ മീഡിയ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിവിൻ ചേട്ടന്റെ ആ സീനുകൾ കണ്ട്. എഡിറ്റ് ചെയ്തപ്പോ എന്തായിരുന്നു? ഇൻട്രസ്റ്റിംഗ് സീനായിരിക്കും എന്ന് ഉറപ്പായിട്ട് അറിയാമായിരുന്നു. ഞാനും വിനീതിനോട് പറഞ്ഞു നമുക്ക് ഇത്രയും ലെങ്ത് വേണ്ട, ലെങ്ത് കുറച്ച് കുറയ്ക്കാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഇത് തന്നെ ഇത്രയും ചിരിക്കാൻ പറ്റുന്നില്ലേ, അതിൽ കൂടുതൽ എന്തിനാണ് ഒരുപാട് സമയം വേണ്ടെന്നായിരുന്നു. ക്ലാസ്മേറ്റ് വലിയൊരു ഹിറ്റ് ആണല്ലേ, അതിന്റെ ഫ്ലാഷ് ബാക്ക് അങ്ങനെ പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചിട്ട്? എഡിറ്റിങ്ങിലാണോ അത് പ്ലാൻ ചെയ്യുന്നത്? സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു, പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ എഡിറ്റിങ്ങിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഞാൻ ഭയങ്കര ഫീൽ ചെയ്ത് എഡിറ്റ് ചെയ്തൊരു പടമാണത്. ഇന്നത്തെ കാലഘട്ടം ആയിരുന്നില്ല. അന്നത്തെ കാലത്ത് ഒരു എഡിറ്റർ ഇൻഡിപെൻഡൻ്റ് ആവുക, അതിൽ ഒന്ന് രക്ഷപ്പെടുക എന്നുള്ളതൊന്നും അത്ര സിമ്പിൾ കാര്യങ്ങളായിരുന്നില്ല. ആദ്യത്തെ പടം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റിൽ നെഗറ്റീവ് എടുത്ത് മാനേജറിലേക്ക് കൊടുക്കുമ്പോൾ എൻ്റെ നെഞ്ചിൽ ഒരു 2 കിലോ ഭാരം ഉണ്ടായിരുന്നു. കാരണം പിറ്റേ ദിവസം തൊട്ട് പോകാൻ എനിക്ക് സ്ഥലമില്ല. ജോലി ആദ്യം അനുഭവിച്ചത് ചന്ദ്രയുദ്ധിക്ക് നന്ദിക്ക്, അതായിരുന്നു ആദ്യം ഞാൻ നോണിൽ എഡിറ്റ് ചെയ്യുന്ന പടം. അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, സോങ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു എറർ വന്നു, ഒരു കൈപ്പത്തി എന്നൊരു മെസ്സേജ് ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് സിസ്റ്റം സ്റ്റക്കായി, ആവിഡ് ക്വിറ്റായി. പിന്നെ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. ബാച്ചിലറായിരുന്ന കാലത്ത് ഞാനും സത്യേട്ടൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ഷിബു ബാലൻ, ഞങ്ങളുടെ ഒന്നിച്ച് താമസിച്ചിരുന്നു. അപ്പോൾ ആ കാലത്ത് ഞങ്ങൾ കുറേ സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇല്ല, ആ വായനയ്ക്കായിരിക്കും എന്നെ പിടിച്ചു നിർത്തണേന്ന് തോന്നുന്നു. ഏറ്റവും കുറച്ച് പൈസ കിട്ടുന്ന സ്ഥലമാണ് എഡിറ്റിംഗ്. പണ്ട് പറഞ്ഞില്ല, ഇപ്പോഴും ആ ഗുസ്തിയൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോഴും എല്ലാവരും, പലരും മാക്സിമം എത്ര കുറച്ച് തരാൻ പറ്റുന്നതാണ് നോക്കാറ്. ഒരിക്കലും നമ്മുടെ ജോലിയുടെ ഇപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ളൊരു വേതനം തരാൻ ആരും മനസ്സ് കാണിക്കാറില്ല. സച്ചിയുടെ നഷ്ടം അത് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ സച്ചി വിട്ടുപോയതിന് ശേഷം 1 മാസം ഞാൻ ജോലി ചെയ്തില്ല. എനിക്ക് അത്രയും പേഴ്സണലി അറ്റാച്ച്ഡ് ആളായിരുന്നു സച്ചി. കാരണം ഞാൻ സച്ചിയെ പരിചയപ്പെടുമ്പോൾ അവർ വക്കീലായിരുന്നു, സിനിമാക്കാരനായിട്ടല്ല പരിചയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ തന്നെയായിരുന്നു. ഒരു ചേട്ടാനിയെ പോലെയായിരുന്നു ഞങ്ങൾ. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലയാള സിനിമയിലെ സീനിയർ എഡിറ്റർ രഞ്ജൻ അബ്രഹാം. വെൽക്കം. താങ്ക് യു. ഒരുപാട് നാളായി നമ്മൾ പ്ലാൻ ചെയ്ത ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഇന്നാണ് സംഭവിക്കണേ അല്ലേ? ഇന്നാണ് ആ ദിവസം. സാറ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് എഡിറ്റർ ആയെന്നുള്ളത്. സംവിധാനത്തിന് കുറച്ചധികം പൈസ കിട്ടും ഇൻഡസ്ട്രിയിൽ, ടെക്നിക്കൽ സൈഡ്. എന്നാൽ പിന്നെ അത് എടുക്കാമെന്ന് വിചാരിച്ച് എഡിറ്റർ ആയ ഒരാള് അല്ലേ, വഴി മാറിപ്പോയ. ഇപ്പം നോക്കുമ്പോൾ ആദ്യത്തെ സിനിമ മറവത്തൂർ കനവാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. അതും ലാൽജോ സാറിൻ്റെ ഫസ്റ്റ് സിനിമ തന്നെയായിരുന്നു. എങ്ങനെയായിരുന്നു ഇത് സെലക്ട് ചെയ്യണത്? കാരണം സംവിധായകനും പുതിയ ആളാണ്. സെലക്ട് ചെയ്തൊന്നുമില്ല, അവരെ എനിക്കൊരു ചാൻസ് തന്നതായിരുന്നു. ഒരിക്കലും ഒരു എഡിറ്റർ സെലക്ട് ചെയ്യാൻ മാത്രമൊന്നും ഇപ്പോഴും എന്നെക്കൊണ്ട് പറ്റില്ല, സെലക്ട് ചെയ്യാറായിട്ടില്ല. അപ്പം ലാലു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു മറവത്തൂർ കനവ് സബ്ജക്റ്റെല്ലാം തീരുമാനിച്ചില്ല, റെഡിയായി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ തന്നെ എഡിറ്റായിട്ട് വെച്ചാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം കാര്യം എനിക്കൊരു ഞെട്ടൽ തന്നെയാണ്. അത്രയും വലിയൊരു പടമാണ് മമ്മൂക്ക, ശ്രീനിയേട്ടൻ. ഇല്ല, വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ പടത്തിൽ തന്നെ വർക്ക് ചെയ്യണം, പിന്നെ ഇല്ലെങ്കിൽ ശരിയാവില്ല. ശരി, അപ്പോൾ ഒരു കൈ നോക്കാമെന്നങ്ങ് തീരുമാനിച്ചു. ആ കൂട്ടുകെട്ടാണ് സോളമന്റെ തേനീച്ചകൾ വരെ കണ്ടിന്യൂ ചെയ്തു പോയതല്ലേ? സാറാണെങ്കിലും അറ്റ് എ ടൈം ഒരു സിനിമ അധികം ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാൽ സാറിന്റെ ഒറ്റ സിനിമയും വിട്ടുപോകാതെ എങ്ങനെയാ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തേ? ലാലിനെ പുറത്താക്കാനുള്ള അവസരം കൊടുത്തിട്ടില്ല. അത് ഒരു ആദ്യമേ ഒരു സൗഹൃദത്തിന്റെ ഇതായിരുന്നു. അങ്ങനെ നമ്മൾ തന്നെ ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. അത് അപ്പം അങ്ങനെ ആദ്യത്തെ സിനിമ വർക്ക് ചെയ്തു. അപ്പം വർക്ക് തുടങ്ങിയ സമയത്ത് അത് ഫിലിമിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലാൽ പറഞ്ഞു, ഇടൂ അവസാനം ഞാൻ ഇതെല്ലാം കൂടെ ഒരു കൊട്ടയ്ക്കകത്ത് വാരിക്കിട്ടുമെന്ന് രാജോ സാർ, കെ രാജോ എഡിറ്ററിൻ്റെ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ഞാൻ. ലാലു കമൽ സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പം കമൽ സാറിൻ്റെ വേണം രാജു സാറിനെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇങ്ങനെ മാറുന്നത്. അപ്പോൾ ലാലു പറഞ്ഞ്,
ഇവിടെ അവസാനം ഞാൻ ഇതെല്ലാം ഒരു കൊട്ടയ്ക്കത്താക്കിയിട്ട് ഒരു തപ്പ് നടന്നു പോയിട്ട് പ്ലീസ് കാപ്പാത്തുങ്ക എന്ന് പറഞ്ഞ് എടുത്തിട്ട് അവിടെ ചെല്ലുന്നൊരു അവസ്ഥ ഉണ്ടാക്കരുത്. സീനിയേഴ്സിന്റെ അടുത്തേക്ക് രണ്ടാളും ഞാൻ എന്താ പറയാ, ചിരിച്ചു എന്ന് കേട്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കല്ലേ പറ്റുള്ളൂ. എങ്ങനെയായിരുന്നു അല്ല ആദ്യത്തെ ഒരു വർക്ക്? കാരണം മമ്മൂക്കൊക്കെ ഉണ്ട്, ആ ഒരു സാധനം ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല, അതിപ്പോഴും ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ. ജോഷ് സാറിന് കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഒരിക്കലും. അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലം ഉണ്ടായിട്ടില്ല. പക്ഷേ എപ്പോഴും സിനിമ ഒക്കെ മറുപത്തിറക്കാനാണെങ്കിൽ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് വർക്കായിരുന്നു. അതിൽ ഫ്ലാഷ് ബാക്കിനുള്ളിൽ ഫ്ലാഷ് ബാക്ക്, അപ്പം നല്ലൊരു ചാലഞ്ചിങ് വർക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ലാലിനോട് പറയുന്നത് വെച്ചാൽ എൻ്റെ ഒരു രാശിയായി മാറി തോന്നുന്നു ഫ്ലാഷ് ബാക്ക് സിനിമകൾ വർക്ക് ചെയ്യാന്നുള്ളത്. അങ്ങനെ അത് അന്ന് പോരാത്തിന് നോൺ ലീനിയറല്ല, മൂവികളിൽ മാർക്ക് ചെയ്യണം. അത് മുകളിൽ ആദ്യം പെൻസിൽ മാർക്ക് ചെയ്ത് ടേബിളിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്യണം. അതിൽ ചെറിയ ലെൻസ് ഉണ്ട്, ആ ലെൻസ് വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ഫ്രെയിമൊക്കെ കറക്റ്റ് ഡിസൈഡ് ചെയ്യാൻ. അങ്ങനെ സാറ് തുടങ്ങുന്നത് ഈ വെട്ടിയൊട്ടിക്കുന്ന അല്ലേ, അങ്ങനത്തെ ഒരു കാലത്തല്ലേ? എന്താ തുടക്കം ഉപയോഗിച്ചത് എക്യുപ്മെന്റ് വെച്ചാൽ എന്താ? അതാ പറഞ്ഞ മൂവിയോളെന്ന് പറഞ്ഞ മൂവിയോള തന്നെയാണ് തുടക്കം അല്ലേ? മൂവിയോള വരുന്നതിന് മുമ്പ് ഇല്ല മൂവിയോള തന്നെയായിരുന്നു. പിന്നെ സ്പ്ലൈസർ അതിപ്പോഴും ഓർമ്മയ്ക്കായിട്ട് ഒരെണ്ണം ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് കണ്ടാലോ? കാണാം, കുഴപ്പമില്ല. സിനിമയിലെ ആദ്യാക്ഷരങ്ങൾ കുറിക്കാൻ ഉപയോഗിച്ച സാധനമാണ് പിന്നാണ് ഇത്. ഫിലിം സ്പ്ലൈസർ എന്ന് പറയും. അന്ന് ഫിലിമിലായിരുന്നു എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഇതിൽ വെച്ച് ബ്ലേഡിന് സ്ക്രേപ്പ് ചെയ്ത് ഇതിൽ വെച്ച് ജോയിൻ ചെയ്യും. ഒരു ഫിലിം സിമെൻ്റ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ ഉണ്ട്, അത് വെച്ച് ഒട്ടിച്ച് അത് കഴിഞ്ഞ് ഇങ്ങനെയായിരുന്നു ഇത് എടുത്തുകൊണ്ടിരുന്നത്. 2 ഫിലിം ഒട്ടി ജോയിൻ ചെയ്യും. ദെൻ ഇത് കഴിഞ്ഞ് പിന്നെ ഫിലിം പോളിസ്റ്റർ ബേസിലേക്ക് മാറി. അപ്പോൾ ഈ സ്പ്ലേസർ മാറി, പിന്നെ അത് സെലഫൻ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നതായി മാറി. അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജോയിൻറ്റ് വിട്ടുപോകാനുള്ള സാധ്യതകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ മിക്സിങ്ങിൻ്റെ സമയത്തൊക്കെ ആദ്യകാലത്തൊക്കെ മിക്സിങ് ആയാലും കമ്പ്യൂട്ടറൈസ്ഡ് അല്ലായിരുന്നു. അപ്പം മാഗ്നറ്റ് ടൈപ്പിൽ എഫക്ട് സൗണ്ട് കൊടുക്കുന്നതും ഒരേ സമയത്താണ്, മ്യൂസിക്കെല്ലാം പ്ലേ ഇതെല്ലാം കൂടെ ഒറ്റ ടൈമിൽ പ്ലേ ചെയ്ത് പോകുന്ന സമയത്ത് റെക്കോർഡ് ചെയ്ത് ഫിലിമിലേക്ക് നേരിട്ട് സൗണ്ട് നെഗറ്റീവിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ അത്രയും ഫിലിം വേസ്റ്റാണ്, സൗണ്ട് നെഗറ്റീവ് വേസ്റ്റാകും. അപ്പോൾ അതിന് മിക്കവാറും സംഭവിക്കുന്ന കാര്യം ഫിലിമിൻ്റെ ജോയിൻറ്റ് വിട്ടു വന്നുള്ള കുഴപ്പമാണ്. കാരണം ഇത് കുറേ കാലമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ എല്ലാ ജോയിൻറ്റും കറക്റ്റായിരിക്കണം നിർബന്ധമില്ല. അപ്പോൾ എനിക്ക് തന്നെ മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ മറുത്തുറക്കാനോ എഡിറ്റ് ചെയ്തു. അപ്പം റീ റെക്കോർഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഫുൾ പടം തിയേറ്ററിലിട്ട് പ്രൊജക്ഷൻ കിടന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു. പ്രിവ്യൂ അല്ലേ? പ്രിവ്യൂ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഫിലിം കൊണ്ട്, അപ്പം ഈ പിക്ചറും സൗണ്ടും സെപ്പറേറ്റാണ്. അപ്പോഴത്തേക്കും സൗണ്ട് നെഗറ്റീവ് മാറി മാഗ്നറ്റിക് ടേപ്പായി സൗണ്ട്. അപ്പം 10-32 ക്യാനൊക്കെ ഉണ്ട്. അവിടെ തിയേറ്ററിൽ പ്ലേ ചെയ്യുന്ന ഫസ്റ്റ് റീലിട്ടു കുറച്ച് നേരപ്പോഴേക്കും അതിൻ്റെ സിംഗർ പോയി. കാരണം വെച്ചാൽ ഒരു പീസ് ഇടയിൽ എവിടെയോ സൗണ്ട് ട്രാക്കിൽ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അസിസ്റ്റൻസ് ജോയിൻ ചെയ്യുമ്പോൾ പെർഫെക്റ്റായിട്ട് ഒരു പീസ് മിസ്സാവാതെ ജോയിൻ ചെയ്യണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത സ്പീഡിൽ കട്ട് ചെയ്ത് അവിടെ ഇങ്ങനെ തിരികെ വെച്ചിട്ടുണ്ടാവും. അത് ലൈൻ മിസ്സാതെ ജോയിൻ ചെയ്യണമായിരുന്നു. വിദ്യാസാറുണ്ട്, ലാൽജാസുണ്ട്. പക്ഷെ എൻ്റെ ഭാഗ്യത്തിന് ശ്രീനേട്ടനൊന്നും വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഫസ്റ്റിൽ സിങ്ക് പോയി പ്രൊഡക്ഷൻ നിന്നു. പിന്നെ അവിടെ വെച്ച് കറക്റ്റിൽ നടക്കില്ല അന്ന്. ദെൻ സെക്കൻഡ് റീലിട്ടു, അതും തദ്ദൈവ. മൂന്നാമത്തെ റീലിട്ടപ്പോഴേക്കും ടോട്ടൽ ഫിനിഷ്ഡ്. ആദ്യത്തെ സിനിമ. വിദ്യാസാഗർ പറഞ്ഞില്ല കുഴപ്പമില്ല, ഞാൻ നമുക്ക് രാവിലെ കാണാം. ലാല് ഭയങ്കരമായിട്ട് ചൂടായി. അപ്പോൾ ലാലിൻ്റെ അസിസ്റ്റൻസ് ഉണ്ട്, നാളെ രാവിലെ ആവുമ്പോഴേക്കും എല്ലാം പെർഫെക്റ്റായിട്ട് എത്തിരിക്കണം, ഒരു കാരണവശാലും ഈ പ്രോബ്ലം ഉണ്ടാകുന്ന പറഞ്ഞ് അന്ന് രാത്രി മുഴുവൻ എല്ലാ എഡിറ്റിംഗ് അസിസ്റ്റൻസും ഡയറക്ഷൻ അസിസ്റ്റൻസും എല്ലാം കൂടി ഇരുന്ന് റീലെല്ലാം കറക്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് സാറിനെ കണ്ടത്. അതിൻ്റെ ശേഷം അങ്ങനെ ഒരു അബദ്ധം പിന്നെ പറ്റിയിട്ടുണ്ടോ? അതിനുശേഷം അങ്ങനെ ഒരു അബദ്ധം പറ്റിയില്ല, അതിനുള്ള അവസരം കൊടുത്തില്ല. അതിനുശേഷം ഞാൻ തന്നെ ടെക്നോളജിയിൽ നിന്ന് മാറി. കാര്യം 1-2 ഫിലിം കൂടെ ഫിലിമിൽ 1-2 പടം ചെയ്തു ഞാൻ, അത് ചിത്രാഞ്ജലിയിൽ. പക്ഷേ ഈ ആദ്യത്തെ പടം കഴിഞ്ഞിട്ട് ഇന്നത്തെ കാലഘട്ടമായിരുന്നില്ല. അന്നത്തെ കാലത്ത് ഒരു എഡിറ്റർ ഇൻഡിപെൻഡൻ്റ് ആവുക, അതിൽ ഒന്ന് രക്ഷപ്പെടുക എന്നുള്ളതൊന്നും അത്ര സിമ്പിൾ കാര്യങ്ങളായിരുന്നില്ല. ആദ്യത്തെ പടം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നെഗറ്റീവ് എടുത്ത് മാനേജറിലേക്ക് കൊടുക്കുമ്പോൾ എൻ്റെ നെഞ്ചിൽ 2 കിലോ ഭാരം ഉണ്ടായിരുന്നു. കാരണം പിറ്റേ ദിവസം തൊട്ട് പോകാൻ എനിക്ക് സ്ഥലമില്ല, ജോലിയില്ല, അടുത്തതെന്താ ഒന്നും ഒരു പിടിയില്ലാത്ത അവസ്ഥയായിരുന്നു.
കാരണം അതുവരെ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും പുറത്തായി. പിന്നെ അടുത്ത രണ്ടാമത്തെ പടം വരുന്ന 1.5 വർഷം കഴിഞ്ഞാണ്. അപ്പം ചെന്നൈയിൽ വാടകയ്ക്ക് കുടുംബമൊക്കെ എടുക്കാൻ ആവശ്യിക്കുന്ന ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? തിരിഞ്ഞൊരു വഴിയായി. അപ്പോൾ പക്ഷെ ആ സമയത്താണ് ഞാൻ നോൺ ലീനിയർ എഡിറ്റിംഗ് പഠിക്കാൻ പോയത്. കാരണം നോൺ ലീനിയർ എഡിറ്റിങ്ങിനെ കുറിച്ച് ഞാനൊരു ഡെമോ കണ്ടപ്പോൾ തോന്നി നന്നായിട്ടുണ്ടല്ലോ, ഇത് ഭയങ്കര സൗകര്യമാണല്ലോ എന്ന് തോന്നി. കാരണം ഈ നോൺസിംഗ് ആയ പ്രശ്നമൊക്കെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അല്ല, ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഈ മൂവികളിലൊക്കെ ആയാലും ഇപ്പം കുറേ ദൂരം പോയി കഴിഞ്ഞ ശേഷം മുമ്പ് കടന്നുപോയ ഒരു ഷോട്ട് ഒന്നും കൂടി ഒന്ന് കാണാൻ തോന്നിക്കഴിഞ്ഞാൽ അതേപോലെ റിവേഴ്സ് വരണം. ആ റിവേഴ്സ് വരുന്ന സമയത്ത് ഏതെങ്കിലും ജോയിൻ്റ് പല സ്പ്രാക്കറ്റ്സുകളുണ്ട്, അതിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ജോയിൻ്റ് വിട്ടുപോകും. അതൊരു വലിയൊരു എഫർട്ട്. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്കിത് ഏറ്റവും സൗകര്യം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഏത് ഷോട്ടും നമുക്ക് ആക്സസ് ആവബിളാണ്. അതുപോലെ കട്ട് ചെയ്ത് മറ്റേലൊരു കട്ടിങ് ജോയിൻ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ജോലിയായിരുന്നു. കട്ടിങ് പെർഫെക്റ്റ് ആയിട്ട് എടുത്തു വെക്കണം. ഫിലിം കട്ട് ചെയ്ത് ചിലപ്പോൾ ആദ്യത്തെ ഡബിങ് പോകുമ്പോഴുള്ള എഡിറ്റ് പിന്നെ ഒന്ന് മാറ്റി ഏതെങ്കിലും ഷോട്ടിൻ്റെ എഡിറ്റ് പോയിൻ്റ് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഫിലിം എടുത്ത് മാനുവലി കട്ട് ചെയ്ത് ജോയിൻ ചെയ്യണം. അപ്പോൾ ആ കട്ടിങ് കറക്റ്റായിട്ട് അസിസ്റ്റൻ്റ് എടുത്ത് വെച്ചിരുന്നിരിക്കണം. ഇത് ഈ ചെയ്തത് എന്താ, ഈ നോൺ ലീനിയർ വരുന്ന എക്യുപ്മെന്റ് അപ്പോഴേക്കും കമ്പ്യൂട്ടറാണോ? കമ്പ്യൂട്ടറിലാണ്. നോൺ ലീനിയർ വന്ന് കമ്പ്യൂട്ടറിലായിരുന്നു. ആവിഡിൽ ഫിലിം കമ്പോസർ എന്ന് പറഞ്ഞ എക്യുപ്മെൻ്റായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഭയങ്കര സൗകര്യമാണ് കണ്ടപ്പോൾ. പിന്നെ ഇപ്പോൾ അത് പഠിച്ചിട്ടേ ഉള്ളതായിരുന്നു. പിന്നെ അത് പഠിച്ച് ഭയങ്കര സൗകര്യം. പിന്നെ ആ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ ഇപ്പം ഡിജിറ്റലായപ്പോൾ അങ്ങനെയുള്ള കംഫർട്ട് വന്നു. പക്ഷെ ഇപ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ അപ്പോൾ ഫിലിം എല്ലാം പിന്നെ ഗ്രാജുവലി പോയി കംപ്ലീറ്റ് ഡിജിറ്റലായപ്പോൾ മേക്കിംഗ് സ്റ്റൈലൊക്കെ മാറി. അപ്പോൾ ഇപ്പോൾ എഡിറ്റിംഗ് നല്ല സ്ട്രെയിൻ ഉള്ള ജോബായി മാറി. കാരണം ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാവും. സീനിയർ എഡിറ്റേഴ്സൊക്കെ പൊതുവേ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ വർക്കെല്ലാം അസിസ്റ്റൻസ് കുറേ പേര് കേട്ടിട്ടുണ്ട്. അസിസ്റ്റൻസും മെയിൻലി ഒക്കെ മാനേജ് ചെയ്തതിന് ശേഷം ഒരു സൂപ്പർവിഷൻ ചെയ്യുന്ന പോലെ കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല രഞ്ജൻ സാറിൻ്റെ രീതി അല്ലേ? ഞാൻ സീനിയർ അല്ലല്ലോ, ഞാൻ ജൂനിയർ അല്ലേ. ഇപ്പോഴും എഡിറ്റർ ആയിട്ടില്ല. ഞാനൊരു അസിസ്റ്റന്റ് എഡിറ്റർ എന്ന് വേണേൽ പറയാം, അത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ എഡിറ്റിങ്ങിൽ എന്നെ സംബന്ധിച്ചുള്ള ഒരു എഡിറ്റർ എന്ന് പറയുമ്പം ആക്ച്വലി ശരിക്കും പറഞ്ഞ ഒരു വിഷ്വലി സ്ക്രീൻ പ്ലേ റീറൈറ്റ് ചെയ്യുന്ന ഒരാളാണ് എഡിറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കൽ റോഷൻ ആൻഡ്രൂസും ബോബി സഞ്ജു ഞങ്ങൾ 3 പേരും കാറിൽ പോകുമ്പം റോഷൻ സഞ്ജയിൻ്റെ അടുത്ത് പറഞ്ഞ്, സഞ്ജു രഞ്ജേട്ടൻ പറയുന്നത് റൈറ്റ്സിൻ്റെ ഷെയർ വേണമെന്നാണ് പറയുന്നത്. സഞ്ജു ചോദിച്ചാൽ എന്താണ്, രഞ്ജനപുരാവിന് വേണമെന്നാണോ അതോ എഡിറ്റേഴ്സിന് എല്ലാവർക്കും വേണമെന്നാണോ? എഡിറ്റേഴ്സിന് എല്ലാവർക്കും വേണ്ടതാണ്, പക്ഷേ രഞ്ജനപുരാൻ എന്തായാലും വേണമെന്ന് പറഞ്ഞു. അതെന്താണ്? ഞാൻ പറഞ്ഞു, ബിക്കോസ് യു ആർ റൈറ്റിംഗ് ദ സ്ക്രീൻ പ്ലേ വിത്ത് യുവർ പെൻ ബട്ട് ഐ എം വിഷ്വലി റീറൈറ്റിംഗ് യുവർ സ്ക്രീൻ പ്ലേ സോ ഐ നീഡ് ഇറ്റ്. അപ്പം ഇപ്പം ഞാൻ ഈ റഷ് മുഴുവൻ കണ്ട് ഇപ്പോൾ ഇവരൊരു സ്ക്രിപ്റ്റ് എഴുതി ആ സീൻ മനസ്സിൽ ഡയറക്ടർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്ടർ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവും എന്തായാലും ആ സീൻ എങ്ങനെ വരണം എന്നുള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ എന്നെ ഒരു എഡിറ്ററായിട്ട് വെക്കുമ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് എൻ്റെ അടുത്ത് നിന്നുള്ളൊരു ഇൻപുട്ടുള്ളൂ അത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ആ റഷ് മുഴുവൻ കാണാതെ വേറൊരു എഡിറ്റ് ചെയ്ത് കണ്ടിട്ട് അതിലെ കറക്ഷൻ മാത്രം ചെയ്ത് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അവർക്ക് ചില പോർഷൻ നന്നായിട്ടില്ലെന്ന് തോന്നിയിട്ടുണ്ടാകും, പക്ഷേ എനിക്ക് കാണുമ്പോൾ അത് നന്നായിട്ടുണ്ടെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും, അത് മിസ്സായി പോകില്ലേ. ഞാൻ അതുകൊണ്ട് എല്ലാ പടം ഷൂട്ട് ചെയ്ത് വരുന്ന റഷ് മൊത്തം കുത്തിയിരുന്ന് കാണും. ഇപ്പോഴും അന്ന് കാണും. പിന്നെ പലപ്പോഴും ഇപ്പം ഫൈനൽ എഡിറ്റ് സമയത്ത് ഇപ്പം ആദ്യം ഒരു എഡിറ്റ് ചെയ്ത് ഡബിങ്ങിന് വിട്ട് കഴിഞ്ഞാലും അപ്പോൾ ഡബിങ് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞത്തെ ഗ്യാപ്പിന് ശേഷമാണ് പിന്നെ ഫൈനൽ എഡിറ്റിന് പിക്ചർ തിരിച്ച് കിട്ടാറുള്ളത്. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ടോട്ടലി ഫ്രഷ് ആയിരിക്കും. ചിലപ്പോൾ ഞാൻ വേറെ വർക്ക് ചെയ്തിട്ടുണ്ടാവാം, എന്തായാലും ഈ പടത്തിൽ നിന്ന് വിട്ട് നിൽക്കുകയാണ്. 10 ദിവസത്തിന് ശേഷം വീണ്ടും ഞാൻ ഈ പടം കാണുമ്പം എൻ്റെ മൈൻഡിൽ ഒരു ഫ്രഷ് തോട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം അതുവരെ ഉണ്ടായിരുന്ന എഡിറ്റ് ആയിരുന്നിരിക്കില്ല പിന്നീട് ഉണ്ടാവുക. ഇപ്പം എഡിറ്റിംഗ് ടേബിളിൽ സിനിമ ഉണ്ടാക്കുക എന്ന് പറയും. നമ്മൾ എപ്പോഴും നമ്മുടെ ചോദ്യങ്ങളിലൊക്കെ അങ്ങനെ അങ്ങ് പറഞ്ഞ് നിർത്താറുണ്ട്. ഒരുപാട് ഷോർട്സ് എടുത്ത് വെച്ചിട്ട് എഡിറ്ററിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. അവിടുന്ന് അത് ചുരുക്കാൻ ചെയ്യുന്ന സംവിധായകരുണ്ട്. ചിലർ അതാവും ചൂസ് ചെയ്യുന്നത്, ചിലർ കൃത്യം ഇത് മതി എന്നുള്ള പിക്ക് ചെയ്തിട്ട് അത് വെച്ചിട്ട് എഡിറ്ററിന് തരും. ആസ് എൻ എഡിറ്റർ സാറിന് ഏതാണ് കംഫർട്ടബിളും അല്ലെങ്കിൽ ഒരു ശരി എന്നൊക്കെ തോന്നിയിട്ടുള്ളത്? ഞാൻ ഷൂട്ട് ചെയ്ത ടോട്ടൽ കണ്ടന്റും എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആള്. എങ്ങനെ ഷൂട്ട് ചെയ്താലും കുഴപ്പമില്ല, എങ്ങനെ ഷൂട്ട് ചെയ്താലും കുഴപ്പമില്ല. കാരണം അത് മൊത്തം കണ്ടു കഴിയുമ്പോൾ ചിലപ്പം അതിനകത്ത് ഏതെങ്കിലും ഒരു നല്ല പോർഷൻ ഉണ്ടാവും, NG ടേക്സിൽ പോലും. ഇപ്പം ഞാൻ പലപ്പോഴും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഓക്കെ ടേക്കിൽ നല്ല പോർഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ ഞാൻ NG ടേക്സ് നോക്കും. അത് ഈവൻ ഫസ്റ്റ് എഡിറ്റ് കഴിഞ്ഞ് ഈ ഫൈനൽ എഡിറ്റ് സമയത്തും വീണ്ടും ഇതുപോലെ വീണ്ടും ഞാൻ ചിലപ്പോൾ റഷൊക്കെ എടുത്ത് തപ്പി വയ്ക്കുന്ന വരും. കാരണം നമുക്കൊരു നല്ലൊരു പോർഷൻ മിസ്സാവരുന്ന് മാത്രമേ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കാറുള്ളൂ. അതുപോലെ കഴിയുന്നതും പുതിയ ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഒന്ന് അഭിനയിച്ചിട്ടുണ്ട്, ചിലപ്പം വെറുതെ ഒന്ന് സൈഡിൽ നിന്നിട്ടുണ്ട് ഒരു നാട്ടുകാർ,
ഒരാൾ പറഞ്ഞെങ്കിൽ അത് അവരുടെ ഒരു ഷോട്ടെങ്കിലും അവരെ തിരിച്ചറിയുന്നവർ വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കാറുണ്ട്. അത് ഇപ്പം നീനായിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വിജയബാബു എന്നോട് ചോദിച്ചു, ചേട്ടൻ എങ്ങനെയാണ് ഇപ്പോൾ ഇതിനകത്ത് 5-8 സീൻസ് വേണ്ടാന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് വേണ്ടാന്ന് വെച്ചാൽ ഒരു ഇതങ്ങ് വേണ്ടാന്ന് തീരുമാനം. ഞാൻ പറഞ്ഞു അങ്ങനെയാണോ, ഞാൻ ആ കളഞ്ഞതിൽ ഏതെങ്കിലും സീൻ വേണമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. പടത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വെക്കാം, പക്ഷേ ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ തന്നെ ലാൽചന്ദ്രൻ ചോദിച്ചിട്ടുണ്ട്. ലാൽചന്ദ്രൻ ഇവിടെ പല ഷോട്ട്സുകൾ എടുക്കുന്നുണ്ട്, പല ടേക്സുകൾ വെക്കുന്നു, ഒക്കെ വെക്കാൻ പറയുന്നുണ്ട്. പുള്ളി ഇങ്ങോട്ട് വരുന്നേ ഇല്ല. പുള്ളി എങ്ങനെ ഇത് തീരുമാനിക്കുന്നു? അപ്പോൾ എഡിറ്റ് ചെയ്ത സീൻസ് കാണിച്ചു കൊടുത്തിട്ട് എല്ലാവരും പറഞ്ഞു ഇത് തന്നെയാണ് ഇതിൻ്റെ കാരണം, ഞങ്ങൾ തമ്മിലുള്ള സിങ്ക് അതാണ്. പിന്നെ പലപ്പോഴും ഓരോ ഡയറക്ടേഴ്സിനും ഓരോ അവരുടെ മനസ്സിലെ ചില ആഗ്രഹങ്ങളുണ്ടാവും, അവരുടെ ടേസ്റ്റുകളുണ്ടാവും. അതിനെക്കുറിച്ച് ഞാനും ബോധവാനാണ് എപ്പോഴും. ശ്രീനി സാറിൻ്റെ കൂടെയും മക്കളുടെ കൂടെയും വർക്ക് ചെയ്യുക, അതും വിനീതേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടത്തിലും എഡിറ്റ് ചെയ്യുക അല്ലേ? ഇപ്പം മറവത്തൂര തൊട്ട് അങ്ങോട്ട് പല പടത്തിലും ശ്രീനി സാറും പാർട്ടാവുന്നുണ്ട്. ഈ 2 ജനറേഷൻ്റെ കൂടെയും വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? ശ്രീനിയേട്ടൻ്റെ ശ്രീനിയുടെ എന്താ പറയുക, കുറച്ചും കൂടെ ഇമോഷണലി ഫീൽഡാണ്. ഒരു സ്റ്റോറി ടെല്ലിങ് വളരെ സ്മൂത്തായിട്ട് പോകുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ വിനീതും അങ്ങനെ തന്നെയാണ്. പക്ഷെ വിനീത് ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടല്ലോ, കുറച്ചും കൂടെ യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള രീതിയായിരിക്കും എപ്പോഴും വിനീത് യൂസ് ചെയ്യുന്നത്. ഇതിലിപ്പോ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ വരുന്ന പിന്നെ ഒരു കുഞ്ഞു പോർഷനിൽ ഒന്ന് സൈഡിൽ കൂടെ പോയ ഒരാൾ പറഞ്ഞത് വരെ എടുത്തിട്ട് തഗ്ഗാണ് അങ്ങനെയൊക്കെ ആക്കുള്ളൂ. ഇപ്പൊ നമ്മൾ ആ ഡയലോഗ് പിന്നെ ഹിറ്റാ, ടീഷർട്ടിന്റെ മുകളിൽ വരെ ചിലപ്പോൾ അങ്ങനത്തെ ഡയലോഗുകൾ വരും. അത്രയും ട്രെൻഡ് ആവുന്ന കാലത്ത് നമുക്കൊരു കൺവിക്ഷൻ വേണമല്ലോ, ഇത് ചിലപ്പം ഈ പുതിയ ആൾക്കാർ എടുത്തേക്കാം എന്ന് പറയുന്നത്. അതെങ്ങനെയാ ഓരോ കാലത്തും കുറച്ചുകൂടി യൂത്ത് ഓറിയന്റഡ് സിനിമകളിലൊക്കെ അത് ആലോചിക്കണേ? ഞാൻ യൂത്ത് ആയതുകൊണ്ടാണ് മനസ്സ് വേണ്ടി യൂത്ത്. ഞാനിപ്പോ 2ാമത്തെ സിനിമ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ഇത് തന്നെ ഞാൻ പറയുന്നത്, ചില ആളുകൾ സൈഡിൽ കൂടെയുള്ള ഇതൊക്കെയാണല്ലോ, അപ്പൊ നമുക്കത് വേണ്ടാന്ന് വെക്കുന്നതും വേണമെന്ന് വെക്കുന്നതും ഒരു ബുദ്ധിമുട്ടാണോ? ഞാൻ എപ്പോഴും വാച്ച് ചെയ്യുന്നത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെയും പിള്ളേരുടെയും ടേസ്റ്റ് എന്താണെന്ന് നോക്കാറുണ്ട്. തീർച്ചയായിട്ടും, ഇല്ലെങ്കിൽ ജീവിച്ചു പോകില്ല. എല്ലാരും പറയുന്ന ടെക്നീഷ്യൻസിന് അപ്ഡേറ്റ് ആവുക എന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ടാണ് എന്നൊക്കെ. അതെ, നമ്മൾ പലപ്പോഴും പല ഫിലിം മേക്കേഴ്സിനും പറ്റിയിട്ടുള്ള ട്രാജഡി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, അവരുടെ യൂത്ത് കാലഘട്ടമാണ് അവർ ചിന്തിക്കുന്നത്, അവരുടെ ക്യാമ്പസ് ലൈഫിനെ കുറിച്ച് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ പലപ്പോഴും സിനിമ ചെയ്യാറ്. പക്ഷെ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് അതല്ലല്ലോ അല്ലേ? അതെ അതെ. ഇന്ന് ചെറിയ കുട്ടികൾ, 2 വയസ്സുള്ള കുട്ടി പോലും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയും വാട്സാപ്പ് യൂസ് ചെയ്യും ഒക്കെ ചെയ്യുന്നത്. അവർ അത്രയും അപ്ഡേറ്റഡ് ആണ്. അപ്പം നമ്മളും ആ രീതി മാറിയെങ്കിൽ മാത്രമേ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ കുഴപ്പം വരില്ല, ഇല്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. കഥ പറയുമ്പോൾ ചെയ്തപ്പോൾ അതിനെപ്പറ്റി ധ്യാൻ ചേട്ടൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതുവരെ ഈ സിനിമ വർക്കാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, എൻഡിൽ ആ പ്രസംഗത്തിലാണ് ആ സിനിമ എന്ന് പറഞ്ഞു. വേറെയും എനിക്കൊന്നു മുകേഷ് ചേട്ടൻ്റെ അതിൽ ആ ഒരു പ്രസംഗത്തിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആ എഡിറ്റിംഗ് സമയത്ത് ഈ പ്രസംഗത്തിന് ആദ്യമേ ആ ഒരു പ്രാധാന്യം കൊടുത്തിട്ട് തന്നെയാണോ, അല്ലെ സാറിന് തോന്നിയിരുന്നു ഇവിടെയാണ് സിനിമ, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു? അവിടെ അല്ലായിരുന്നല്ലോ ആ സിനിമ. ധ്യാൻ ചേട്ടൻ പറഞ്ഞൊരു ഒപ്പീനിയൻ അല്ല, പക്ഷെ എനിക്ക് അതല്ലായിരുന്നു ക്ലൈമാക്സ് പടത്തിൻ്റെ. ഞാൻ അങ്ങനെയല്ല എഡിറ്റ് ചെയ്തത്. ഞാൻ എഡിറ്റ് ചെയ്യുമ്പം അതിനുശേഷം വീട്ടിലെ സീനായിരുന്നു ക്ലൈമാക്സ് എന്ന് കണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്തത്. അതിന് ഇമ്പോർട്ടൻസ് അല്ലേ? അതിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ വേണ്ടതെന്നാണ് ആഗ്രഹം. എൻ്റെ മനസ്സിലെ പ്ലാൻ അങ്ങനെയായിരുന്നു. ഷൂട്ട് ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ സ്പീച്ച് 1.5 മിനിറ്റ് ഉണ്ടായിരുന്നു. ഒറ്റ ഷോട്ട്, ഒറ്റ ടേക്കായിരുന്നു. 2 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിരുന്നു, ഒറ്റ ടേക്ക്, 2ാമത് ടേക്കില്ല. മമ്മൂക്ക ഗംഭീരം പെർഫോം ചെയ്ത് കണ്ണൊക്കെ നനഞ്ഞൊക്കെ റിയലായിട്ട് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് കൈയടിച്ചോ ഷൂട്ട് ചെയ്തു. പക്ഷേ എഡിറ്റിംഗ് സമയത്ത് എനിക്ക് അത്രയും ലെങ്ത് ഒറ്റ ഷോട്ടായിട്ട് വെക്കാൻ നിർവാഹമില്ലല്ലോ. അപ്പോൾ അതിൽ എല്ലാവരുടെയും റെപ്രസെൻറ്റേഷൻ വന്നെങ്കിൽ മാത്രമേ ആ സീൻ വർക്കൗട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് എഡിറ്റ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഡബ്ബിങ് സമയത്ത് കണ്ടപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളൊക്കെ പലരും പറഞ്ഞു. അതിന് ശ്രീനിയുടെ പടങ്ങളുടെ ലാസ്റ്റ് റീൽ കാണാൻ വേണ്ടി വന്നു, എഡിറ്റിൽ വന്നു. അപ്പോൾ ശ്രീനിയുടെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, കറക്റ്റായിരുന്നു ഇല്ലെന്ന്. പക്ഷേ ആ എഡിറ്റിൽ വന്ന് അപ്പോൾ ഞാൻ ലാസ്റ്റിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഓക്കെ അരഞ്ചെന്ന് പറയാം. ഞാൻ ചോദിച്ചു എങ്ങനെ ഓക്കെ അല്ല ശ്രീനിയുടെ വെച്ചാൽ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് ക്ലൈമാക്സ് വീട്ടിലാണെന്നാണ്, സ്കൂളിലല്ല എന്നാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതാണ്.
അത് ശരി. അപ്പൊ അങ്ങനെയാണ് നിങ്ങളെല്ലാം ആ സിനിമ അല്ലേ? പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ എല്ലാരും വീട് മറന്നു പോണു ഈ പ്രസംഗത്തിലേക്ക് കോൺസെൻട്രേഷൻ. അതിന്റെ ഒരു മമ്മൂക്കാന്റെ ഒരു വോയിസ് മോഡുലേഷന്റെ ഒരു പവറും കൂടെ ആയിരിക്കും അല്ലേ? അതെ, അതിന്റെ ഒരു പ്രിപ്പറേഷൻ മാത്രമല്ല ക്ലൈമാക്സിൽ. പക്ഷെ ക്ലൈമാക്സിൽ ഡയലോഗ് ഇല്ലെങ്കിലും കാണാൻ ആ ഒരു ഷോർട്സ് ശരിക്കും നമ്മുടെ നെഞ്ചിൽ കുത്തുന്നതല്ലേ. വിഷ്വല് കാണാൻ പറ്റും എനിക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യുന്നത്? ഒന്നിട്ട് ഷോർട്ട് കാണിച്ചു തരാം. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നതാ പട്ടികളെ. ബോഡി ഷേമിംഗ് ചെയ്യുന്നതാ പട്ടികളെ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നതാ പട്ടികളെ. അങ്ങനെയുണ്ട്. ഇപ്പൊ കണ്ട സീനൊക്കെ ഒരുപാട് ചിരിച്ച് ഇപ്പൊ വീണ്ടും സോഷ്യൽ മീഡിയ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിവിൻ ചേട്ടന്റെ ആ സീനുകൾ കണ്ട്. എഡിറ്റ് ചെയ്തപ്പോ എന്തായിരുന്നു? എഡിറ്റ് ചെയ്തപ്പോൾ ഇതൊരു ഗംഭീര ഇൻട്രസ്റ്റിംഗ് സീനായിരിക്കും എന്ന് ഉറപ്പായിട്ട് അറിയാമായിരുന്നു. ഞാൻ വിനീനോട് പറഞ്ഞു നമുക്ക് ഇത്രയും ലെങ്ത് വേണ്ട, ലെങ്ത് കുറച്ച് കുറയ്ക്കാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഇല്ല, ആദ്യം വിനീ പറഞ്ഞു ഇല്ല രഞ്ജിട്ട് അത് ഫുള്ളായിട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഫുൾ പടം കണ്ടു കഴിഞ്ഞപ്പോൾ വിനീ പറഞ്ഞു എന്നാൽ കുറച്ചേക്കാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ഇത് ഇതിലും കൂടുതൽ ഉണ്ടായിരുന്നു, ഡയലോഗുകൾ ഉണ്ടായിരുന്നു അതില്. ഇല്ല, ചെറിയൊരു കഷ്ണങ്ങൾ മാത്രം വേണ്ടെന്ന് വെച്ചു. കാരണം ഇത് തന്നെ ഇത്രയും ചിരിക്കാൻ പറ്റുന്നില്ലേ, അതിൽ കൂടുതൽ എന്തിനാണ് ഒരുപാട് സമയം വേണ്ടെന്ന് കരുതി. വിദ്യാജി ലാൽ ജോസ് കോംബോ എല്ലാവർക്കും അറിയാവുന്ന ഹിറ്റ് കോംബോ. എത്ര പാട്ടുകൾ ഇപ്പൊ സോളമൻ വരെയുള്ള അതിലുള്ള ഒരാളും കൂടി രഞ്ജൻ സാർ അല്ലെ, നിങ്ങൾ മൂന്നാളും ആ കോംബോയിൽ വരുന്നത്. അപ്പൊ വിദ്യാജിയായിട്ട് സോങ്സ് ചെയ്യുമ്പോൾ അവര് എടുത്തു വെച്ച സോങ്സ് ചിലപ്പം സിനിമയിൽ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരെ, അതിന്റെ ഒരു കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും? അല്ലെ എല്ലാ പാട്ടുകളും ഇന്ന് വരെ വിദ്യാജിയുടെ എല്ലാം സിനിമയിൽ കൊടുത്തിട്ടുണ്ട്? എല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് പ്രോബ്ലം ഒന്നും ഒരിക്കലും ഇല്ല. വിദ്യാസാഗറിൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ വെണ്ണില ചിന്തന കണ്ണം തൊട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് വിദ്യാജിയുടെ. കാരണം ഞാൻ അന്ന് അസിസ്റ്റൻ്റ് എഡിറ്ററായിരുന്നു. ഞാൻ ആ പാട്ടിന് ഞാൻ അസിസ്റ്റൻ്റ് എഡിറ്റർ വർക്ക് ചെയ്തതാണ്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു. കാരണം ഇവർ ബോട്ടിൽ ട്രാവൽ ചെയ്ത് ഷൂട്ട് ചെയ്യും, അത് ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നത്, ക്ലാപ്പില്ല ഒന്നുമില്ല. അപ്പോൾ ഇവർ പാട്ട് പ്ലേ ചെയ്ത് ഷൂട്ട് ചെയ്തു. അപ്പോൾ ഞാൻ എഡിറ്റിംഗ് സമയത്ത് ഇത് ഒരുപാട് ഫുട്ടേജ് ഉണ്ട്. കമൽ സാറാണെങ്കിലും സോങ്സിന് ഒത്തിരി ഫുട്ടേജസ് ഉണ്ടാവും. എല്ലാ ലൈനും പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് മൂവികളിൽ പ്ലേ ചെയ്തിട്ട് വേണം ഇത് ആദ്യം ഇത് സിങ്ക്രണൈസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കണം. അത് മാർക്കിട്ട് വെക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരോ പിക്ചർ ഷോട്ടും പ്ലേ ചെയ്യും. അപ്പോൾ അതിലെന്താണ് ലിപ്പ് മൂവ്മെൻ്റ് എന്നുള്ളത് തന്നെത്താൻ പാടി നോക്കി ഓഡിയോ പ്ലേ ചെയ്ത് മറക്കാൻ പറ്റാത്ത. അതുകൊണ്ട് വെണ്ണില ചന്ദ്രനും മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ്. അപ്പോൾ അസിസ്റ്റന്റ് ആകുമ്പോൾ തന്നെ അങ്ങനെയുള്ള അത് ചെയ്തെല്ലാം കൊടുത്ത് റെഡിയാക്കി കൊടുക്കണമായിരുന്നു. അതൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു. ഇപ്പോൾ വിദ്യാജിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ പാട്ടുകൾ എനിക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പാട്ടുകൾ പലപ്പോഴും ചിലർ എളുപ്പത്തിന് വേണ്ടി പാട്ട് അത്രയും വേണ്ടാന്ന് പറഞ്ഞ് ലെങ്ത് കുറയ്ക്കുന്ന ഒരു രീതിയുണ്ട്. എനിക്കത് ഒരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എവിടെയെങ്കിലും വെച്ച് കട്ട് ചെയ്ത് കളയുക, അതിൻ്റെ ഒരു താളമില്ലാതെ പാട്ട് എഡിറ്റ് ചെയ്ത് കളയുക എന്നുള്ളത്. ഞാൻ ഇപ്പോൾ ചില കൊറിയോഗ്രാഫേഴ്സിനോട് ഡയറക്ടേഴ്സിനോട് ഞാൻ വഴക്ക് കൂടിയിട്ടുണ്ട്. ഞാൻ പറയും എനിക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. മ്യൂസിക് ഡയറക്ടർ ചോദിക്കുമ്പോൾ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തന്നെ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഷൂട്ട് ചെയ്തിട്ടില്ല ഒരുപാട്. ഞാൻ പറയും ഞാൻ ഒരിക്കലും പാട്ട് കാണിക്കില്ല. ഞാൻ പറയും എനിക്ക് ഉത്തരവാദിത്തമില്ല. അതേപോലെ തന്നെ ഒരു പടത്തിലൊരു പാട്ട് ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് വരുന്നു. വിദ്യാസാർ പാട്ട് കാണുന്ന സമയത്ത് ചോദിച്ചാൽ എന്താ രഞ്ജൻ ഇങ്ങനെ? ഞാൻ പറയും സോറി സാർ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഒരിക്കലും ശരിയായ രീതിയല്ലല്ലോ. നമ്മൾ ഒരു ക്രാഫ്റ്റിനെ സ്പോയിൽ ചെയ്യലെന്ന് അത് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കുറയ്ക്കാമല്ലോ. ഇപ്പോൾ ലെങ്ത് കുറയ്ക്കാൻ, പക്ഷേ കറക്റ്റ് ആ ഒരു താളത്തിൽ എഡിറ്റ് ചെയ്യണം. നമുക്ക് ആർക്കും ഫീൽ ചെയ്യാതെ കുറയ്ക്കാൻ പറ്റും. ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും ആർക്കും പിടി കിട്ടില്ല എന്ന് എവിടെ കുറച്ചെന്നുള്ളത് മ്യൂസിക് ഡയറക്ടർക്കും മാത്രമേ മനസ്സിലാവുള്ളൂ, വേറെ ആർക്കും അറിയില്ല. ലാൽ ജോസ് സാറിൻ്റെ തന്നെ ക്ലാസ്മേറ്റ്സ് എടുത്താൽ പിന്നെ അയാളും ഞാനും തമ്മിൽ ഇതിലൊക്കെ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. നമ്മുടെ തുടക്കം മുതൽ പറഞ്ഞു കുറേ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഇപ്പം ക്ലാസ്മേറ്റ് വലിയൊരു ഹിറ്റാണല്ലേ. ഈ പറഞ്ഞ പോലെ എന്നും ഒരു കോളേജ് മൂവി, ക്യാമ്പസ് മൂവി എന്നുള്ള രീതിയിൽ ഇപ്പോഴും ആ പ്രാധാന്യത്തോടെ നിൽക്കുന്ന ഈ പറഞ്ഞ ഔട്ട്ഡേറ്റഡ് ആയി പോകാത്തൊരു സിനിമയാണ് ക്ലാസ്മേറ്റ്സ്. അതിൻ്റെ ഫ്ലാഷ് ബാക്ക് അങ്ങനെ പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചിട്ട്? എഡിറ്റിങ്ങിലാണോ അത് പ്ലാൻ ചെയ്യണേ? സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു, പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ പിന്നെ എഡിറ്റിങ്ങിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഞാൻ ഭയങ്കര ഫീൽ ചെയ്ത് എഡിറ്റ് ചെയ്തൊരു പടമാണത്. കാരണം ഞാനും എൻ്റെ ക്യാമ്പസ് ലൈഫൊക്കെ ഇട്ട് ട്രാവൽ ചെയ്യായിരുന്നല്ലോ. അതുകൊണ്ട് ആ ഒരു ട്രാവലിംഗ് ആയിരുന്നു പടം എഡിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്.
അപ്പം അന്നത്തെ മുദ്രാവാക്യം വിളികളും കോളേജിൽ മുരളിയൊക്കെ ഉണ്ടായിരുന്നോ? ശരിക്ക് എൻ്റെ ബാച്ചിലുണ്ടായിരുന്നു ഹോസ്റ്റലിൽ ഒരു പഴന്തുണി ക്യാരക്ടർ ഉണ്ടായിരുന്നു. കുളിക്കൊന്നുമില്ലായിരുന്നു, ഞങ്ങൾ ബലമായിട്ട് പിടിച്ചോണ്ട് കുളിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും കോൺട്രിബ്യൂഷൻ കൊടുക്കാറുണ്ടല്ലേ? അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഒരു ഇമോഷണലി അറ്റാച്ച് ചെയ്തൊരു പടം തന്നെയായിരുന്നു. അപ്പം അതുപോലെ തന്നെ ശരിക്ക് ഞാൻ ഒരു 3-4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആഫ്റ്റർ കോളേജ് ലൈഫിലും പിന്നെയും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അതിലൊരാളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കുറേ വർഷങ്ങൾക്ക് ശേഷം വിട്ടുപോയിരുന്നു. പക്ഷേ ഈ പടത്തിന് ശേഷം ഞാൻ പിന്നെ എന്തായാലും വേണ്ടി ഇതൊന്ന് കണ്ടുപിടിക്കേണ്ട നേരത്തെ പുള്ളി മുമ്പ് വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസിൽ കഷ്ടപ്പെട്ട് അന്ന് മൊബൈലൊന്നുമല്ലോ ഡയറക്ടറി നോക്കി നമ്പർ അവിടെ പിടിച്ചു. അപ്പോൾ പറഞ്ഞു അവിടെ നിന്ന് പോയി വേറെ നീലേശ്വരത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിന്ന് പറഞ്ഞു FCIയിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. അവിടെ വിളിച്ചു. അവിടെ പറഞ്ഞു അവിടെ ഇല്ല, ഹൈദരാബാദ് അവിടെ അങ്ങനെ ഹൈദരാബാദ് നമ്പർ എടുത്ത് ഞാൻ അവസാനം ആളെ പിടിച്ചെടുത്തു. പറഞ്ഞ് ഞാൻ ഞെട്ടി ചായിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഹൈദരാബാദ് വരുമ്പോൾ നമുക്ക് കാണുമെന്ന് പറഞ്ഞ് ഞാൻ ഏതൊരു വർക്കിന് വേണ്ടി ഹൈദരാബാദ് പോയപ്പോൾ ഞാൻ വിളിച്ച് അവിടെ വെച്ച് കണ്ട് ഒന്നൊരു ഹക്കിങ് എന്ന് പറയുന്നത് ഭയങ്കര കെട്ടിപ്പിടുത്തായിരുന്നു. എല്ലാവരും 20 വർഷത്തെ അകൽച്ച നീ ഒരു 10 സെക്കൻഡ് പോലും ഇല്ല തീർത്ത് കളഞ്ഞല്ലോ. ഭയങ്കര മൊമെന്റ് ആയിരിക്കും. ഈ ക്ലാസ്മേറ്റ്സിന്റെ ശേഷമാണ് ആൾക്കാർ മുഴുവൻ ഈ ഗെറ്റ് ടുഗദറും ഒക്കെ അല്ലേ വെക്കാൻ തുടങ്ങിയത്. അത് നിങ്ങൾക്ക് തന്നെ ഉണ്ട് പറയുമ്പോൾ സ്പെഷ്യലാണ്. കാരണം മേക്കേഴ്സിന് അങ്ങനെ മൊമെന്റ് ഉണ്ടായി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമല്ലേ. അതിനുശേഷമാണ് ശരിക്കും അത് ട്രെൻഡിങ് ആയത് എന്ന് പറയാല്ലേ. അതെ, അത് സ്കൂളുകളിലായാലും. അപ്പം ഞാൻ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ടൈറ്റിലും തിരികെ എന്നായിരുന്നു. അത് കഴിഞ്ഞ് അതുപോലെ അതിനകത്ത് അപ്പോൾ ആ പാട്ടാണേലും ഈ അലൂമിനിയം മീറ്റ് മാത്രമല്ല, തിരികെ വരും ഞാൻ എന്ന് പറഞ്ഞ അറബിക്കഥയിലെ പാട്ട്. അത് കുറെ പേർക്ക് കണക്ട് ആയ ഒരു പാട്ടല്ലേ, പ്രവാസികളുടെ ഒരു ഭയങ്കര വികാരമുള്ളൊരു പാട്ടാണ്. അതില് മറ്റേ പാട്ടൊക്കെ ഇല്ല നല്ല രസമുള്ള ഈ ചൈന അവരൊക്കെ ഉള്ള താരകമലരുകൾ, അനിൽ പനച്ചൂരാൻ ഗംഭീര പാട്ടുകളല്ലായിരുന്നു. അതൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്തും അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു. കാരണം പുറത്തെ സീക്വൻസ് കുറെ ഉണ്ട്, മരുഭൂമിയിൽ. ആലുവ മിക്കവാറും ഷൂട്ട് ചെയ്യുന്ന ഇപ്പോഴും ഓരോ പാട്ടിനും ഒരു 3 പാട്ടിനുള്ള കണ്ടന്റ് ഉണ്ടാവാറുണ്ട്. 3 പാർട്ടിനുള്ള കണ്ടന്റ് 3 പാട്ട് എടുക്കുകയാണ് കണ്ടന്റ്. അപ്പോൾ പുള്ളി രാവിലെ തന്നെ എപ്പോഴും മിക്കവാറും മോർണിംഗ് 2 hours പാട്ട് ഷൂട്ടിങ്ങുകളായിരിക്കും. അപ്പോൾ കുറേ പാട്ടുകളുണ്ടാവല്ലോ. അതിപ്പം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം അതിനകത്തുനിന്ന് ഏറ്റവും ബെസ്റ്റ് നോക്കി ചൂസ് ചെയ്ത്. അയാളും ഞാനും തമ്മിൽ ഒരു ലാൽ ജോസ് സിനിമകളിൽ എല്ലാവരും എടുത്തു പറയുന്നത് ഭയങ്കര ഫാൻ ബേസ് ഉള്ളതാണ്. രവി തരകരയൊക്കെ അവിടെ ഈ ഫ്ലാഷ് ബാക്ക് വരുന്നുണ്ടല്ലോ, ഇയാൾ എന്തായിരുന്നു എന്നുള്ളതും അതും എങ്ങനെയാ വരുന്നത്. കാരണം അത് മൊത്തത്തിൽ കാണാനൊക്കെ വേറൊരു പശ്ചാത്തലം. അത് എഡിറ്റ് ചെയ്യുന്ന സമയത്തും എനിക്ക് ഒരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഡൗട്ടൊന്നും ഇല്ലായിരുന്നു. ഞാനത് ഒരു എഫക്റ്റ് ഒന്നും ഇല്ലാതെ അങ്ങ് എഡിറ്റ് ചെയ്ത് പോവുക ചെയ്തത്. ആ കൂടെ 1-2 സ്ഥലത്ത് മാത്രമേ ചെറിയ എഫക്ട്സ് യൂസ് ചെയ്തുള്ളൂ. അതുവരെയും വിഷ്വലിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലായിരുന്നു. അപ്പോൾ പലർക്കും സംശയം ഉണ്ടായിരുന്നു, അത് വർക്കൗട്ട് ആവുമോ അത് പോവുമോ. ഞാൻ പറഞ്ഞു എനിക്കത് ഓക്കെ ആയിട്ടാണ്, വർക്കൗട്ട് ആവുന്ന കാര്യത്തിൽ ഡൗട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ലാൽ ചോദിച്ചു, ഞാൻ പറഞ്ഞു ലാലൊരു കുഴപ്പമില്ലെന്ന് തോന്നുള്ളൂ എങ്ങനെ. ഞാൻ പറഞ്ഞു എനിക്കൊക്കെയാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് അപ്പോൾ ജോമൻ ടി ജോൺ ആയിരുന്നു എൻ്റെ ക്യാമറമാൻ. ഞാൻ ജോമോനോട് ചോദിച്ചു ഒരു ദിവസം, ജോമനെ എങ്ങനെ അപ്പോൾ ഗ്രേഡിങ്ങിന് റീൽ കൊടുത്തത് ജോമനെ എങ്ങനെ അതിൽ ഫ്ലാഷ് ബാക്ക് സീക്വൻസ് മനസ്സിലാവാത്ത പ്രശ്നം വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല വെച്ചിട്ട് കറക്റ്റായിട്ടുണ്ട്, പെർഫെക്റ്റ് ആണ്. അപ്പോഴാണ് എനിക്ക് ഫുൾ കോൺഫിഡൻ്റ് ആയി. അഴലിന്റെ ആഴങ്ങൾ പാട്ട്, അയ്യോ അതിന് എന്താ പറയാ, അതിനുള്ള ഫാൻ ബേസ് ഒത്തിരി ഒന്നും അല്ല. ആ പാട്ടിന്റെ എഡിറ്റിങ്ങോ അതും അങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു. ആ കഥ സീക്വൻസ് അനുസരിച്ച് അങ്ങ് എഡിറ്റ് ചെയ്ത് പോയി. ഈ പറഞ്ഞ ഇമോഷണൽ സീന് പാടുള്ള ആളാന്ന് പറഞ്ഞു. അപ്പൊ അതിലിങ്ങനെ നിറഞ്ഞു നിൽക്കുക ഇമോഷൻസ്. അതൊക്കെ ഭയങ്കര ഫീലല്ലേ, ചിന്തിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ആ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് സമൃദ്ധയെ പിടിച്ച് ഇറക്കി കൊണ്ട് പോകില്ല. ആ ഒരു ഷോട്ട് അതൊരു ഭയങ്കര ലെങ്തി ഷോട്ടാണ്. അത് എങ്ങനെ അത് ഷോട്ട് ചെയ്യണമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ ആൾക്കാരുണ്ട്. അതിന് എങ്ങനെ അത്ര ഒറ്റ ഷോട്ടായിട്ട് വെച്ചാൽ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, പെർഫെക്റ്റാണ്, ഫുൾ ലെങ്ത് വേണം, അതിനകത്ത് യാതൊരു എക്സ്ക്യൂസും ഇല്ല. ആ ഒറ്റ ഷോട്ടായിട്ട് തന്നെ വേണം. അത് കറക്റ്റ് മ്യൂസിക് വന്നു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. അത് ഇൻ്റർകട്ട് ചെയ്യില്ല. കാരണം അതിനൊരു കാരണം കൂടുതൽ ഫീൽ ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് ക്ലാസ്മേറ്റ്സിലെ ഒരു ഫ്ലാഗ് സെല്യൂട്ട് ചെയ്യുന്നില്ലേ, അതൊരു ഷോട്ട്
ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ലെങ്ത് വെക്കും. ഇന്നായിരുന്നു ഞാൻ ചിലപ്പോൾ അതിനകത്ത് ഒരു 3-4 സെക്കൻഡ് കൂടെ കൂടുതൽ വെച്ചിരുന്നില്ല. അന്ന് നമുക്ക് ലെങ്തിൻ്റെ ഒരു പ്രശ്നം പേടിച്ചിട്ട് ഞങ്ങൾ ലെങ്ത് കുറച്ചു അത്. കാരണം അപ്പോൾ ഈ രണ്ടാം ഭാഗത്തിൻ്റെ ഒരു ഷോക്ക് ഞങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. കാരണം രണ്ടാം ഭാഗത്തിൽ തുടക്കത്തിലൊരു ഫ്ലാഗ് ഉണ്ടായിരുന്നില്ലേ അങ്ങനെ ഒരു കപ്പലിൻ്റെ. അപ്പോൾ ആ ഒരു ഷോക്ക് ഞങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ അതുകൊണ്ട് ഫ്ലാഗിൻ്റെ ലെങ്ത് കുറച്ചിരുന്നു. പക്ഷെ ഇന്നാണെങ്കിൽ ഞാനൊരു 4 സെക്കൻഡ് കൂടെ കൂടുതൽ വെച്ചതിനെ ഹോൾഡ് ചെയ്ത്. പക്ഷേ അയാൾ ഞാനും തമ്മിലേക്ക് വന്നിരിക്കുമ്പോൾ ഈ ഷോട്ട് അത് അത്രയും ലെങ്ത് വേണം, എന്തിനാണ് അതിൻ്റെ ആവശ്യം, അതിൽ ഇന്റർകട്ട് ചെയ്തിട്ടുള്ള ഫ്ലാഷ് ബാക്ക്സ് ഇട്ടുകൂടെ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇത് ഓക്കെ ആയിരിക്കും, പെർഫെക്റ്റ് ആണ്, കൃത്യം വരികയും ചെയ്തു. പക്ഷെ ഒരു ഭയങ്കര ഫീലുള്ള അതേ പടമാണ്. ഇപ്പോഴും എൻ്റെ പല സുഹൃത്തുക്കളും അവർ കയ്യിൽ കൊണ്ടു നടക്കുന്ന പടമാണ്. അവരറിയത് ഒരു ഗംഭീര സിനിമയാണ്. ഭയങ്കര ഭംഗിയുള്ള സിനിമയാണ്, പ്രതീക്ഷിക്കാത്തൊരു സിനിമയായിരുന്നു ആ സമയത്ത്. ഇങ്ങനെ അയാൾ ഞാൻ തമ്മിൽ എഡിറ്റ് കഴിഞ്ഞ ശേഷം ലാലും ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു ദിവസം സംസാരിച്ച് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ കരിയർ ട്രാവലിങ്ങിൻ്റെ ഒരു അപ്പ് ആൻഡ് ഡൗൺസിനെ കുറിച്ച് ഇതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ ഒരു കരിയർ വേറെ ലെവലിലേക്കാണ് മാറുന്നില്ലേ. അങ്ങനെയുള്ള സമയത്താണല്ലോ പടം വന്നിട്ട് 2011 എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും ഡിജിറ്റൽ ആയില്ലേ? അപ്പോഴെല്ലാം ഡിജിറ്റലാണ്. അപ്പൊ എഡിറ്റിങ്ങിലും അത് ഹെൽപ്പ് ചെയ്തിരുന്നു ഈ ഒരു ഡിജിറ്റൽ വന്നത്? കുഴപ്പമൊന്നും ഉണ്ടായില്ല, പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു നമുക്ക് അതിനകത്ത്, അങ്ങനത്തെ ഇഷ്യൂ ഒന്നും. സോഫ്റ്റ്വെയർസ് ഒക്കെ അപ്പോഴേക്കും മാറില്ലേ? സോഫ്റ്റ്വെയർസ് അപ്പം അതിനിടയ്ക്ക് ഞാൻ FCPയിലേക്ക് പോയി, മീശമാധവൻ്റെ സമയം പോയി. അപ്പം സ്വന്തം എഡിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ ഫ്രീഡം ഉണ്ടാവും, നമുക്ക് സമയത്തിന് നമുക്ക് ഇല്ലെങ്കിൽ ഒരുപാട് സമയം നഷ്ടം ഉണ്ടായിരുന്നു. പലപ്പോഴും സ്റ്റുഡിയോയിൽ ടൈം കിട്ടുന്നതനുസരിച്ച് വർക്ക് നടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പം ശരി സ്വന്തം എഡിച്ചിട്ട് നോക്കുമ്പോൾ ആവിഡ് മീഡിയ കംസ് താങ്ങാൻ പറ്റില്ലായിരുന്നു. അവർ എത്ര ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് നടക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ FCPയെ കുറിച്ച് പറയുകയും, അപ്പോൾ വീഡിയോയിലാണ് മാത്രം എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത്. ഒരു ഡെമോ കണ്ടപ്പോൾ തോന്നി ഇത് കൊള്ളാമല്ലോ, അങ്ങനെ FCP മേടിക്കുന്നു. പക്ഷെ അന്ന് ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റായി. അന്ന് ഒത്തിരി സ്ട്രഗിളിങ്ങും ഉണ്ടായിരുന്നു. FCP 3rd വേർഷൻ ആയിരുന്നു. അതിനകത്ത് കട്ട് ലിസ്റ്റ് ഒന്നും പ്രോപ്പറായിട്ട് വരില്ലായിരുന്നു, എഫക്ട്സിനൊന്നും കട്ട് ലിസ്റ്റ് വരില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ആവിഡിൻ്റെ നോളജ് മാക്സിമം ഇംപ്ലിമെൻ്റ് ചെയ്താണ് ഞാൻ എല്ലാം വർക്ക് ചെയ്തതും കട്ട് ലിസ്റ്റ് എടുത്തതും. എന്നിട്ടും അതിൻ്റെ ഫസ്റ്റ് നെറ്റ് കട്ടിങ് തുടങ്ങുന്ന ദിവസം രാത്രിയിൽ നെറ്റ് കട്ടേഴ്സിന് എടുക്കുന്ന കോൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ നാട് വിടേണ്ടി വരും, കാരണം കട്ട് ലിസ്റ്റ് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞ് ഞാൻ ഷോക്കായി. ഞാൻ പറഞ്ഞ് എല്ലാം നിർത്തി വയ്ക്കാമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് 4 റീൽ കട്ടിങ് കഴിഞ്ഞെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞാൽ അത് പ്രിൻ്റ് അടിക്കാൻ പറഞ്ഞു. പ്രിൻ്റ് അടിച്ച് സൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് മൂവികളിൽ ഓടിച്ച് നോക്കുമ്പം കറക്റ്റാണ്, ഒരു പ്രശ്നമില്ല. അപ്പം പിന്നെ എന്താ പ്രോബ്ലം നോക്കുമ്പോൾ എഫക്ട്സിനാണ് പ്രോബ്ലം വരുന്നത്. പിന്നെ ആ പടം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴേ ഈ പ്രശ്നം എനിക്ക് നേരത്തെ മനസ്സിലായതുകൊണ്ട് മാക്സിമം കുറഞ്ഞ എഫക്ട്സിലാണ് ഞാൻ ആ പടം എഡിറ്റ് ചെയ്തത്. വളരെ ലിമിറ്റഡ് എഫക്ട്സ് യൂസ് ചെയ്തുള്ളൂ. അത് കാരണം അത് മാനുവലി നോട്ട് ചെയ്ത് രക്ഷപ്പെട്ടു. അപ്പോൾ പടം ഹിറ്റായി കഴിഞ്ഞപ്പോൾ FCP സൂപ്പർ ഹിറ്റ് മൂവി ഫ്രം FCP എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പബ്ലിഷ് ചെയ്ത് കമ്പനിക്കാരൊക്കെ കാശുണ്ടാക്കി. പക്ഷെ നമ്മൾ അനുഭവിച്ച വേദന മറക്കാൻ പറ്റില്ല. ഇപ്പം അല്ല, അത് ഇപ്പോൾ വീണ്ടും ആവിഡ് മീഡിയ പിന്നീട് ഒരു പടം രസികൻ എഡിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫ് ഫൈനൽ എഡിറ്റ് കഴിഞ്ഞ സമയത്ത് ഇതുപോലെ ഹാർഡ് ഡിസ്ക് ക്രാഷായി കംപ്ലീറ്റ് വീണ്ടും റീലോഡ് ചെയ്ത് വർക്ക് കഴിയുമ്പോൾ ഒരു 3-4 ദിവസത്തെ വർക്ക് എനിക്ക് ഡിലേ വന്നു. അപ്പോൾ ആ സമയത്തേക്കും ആവിഡുകാർ കോസ്റ്റ് കുറഞ്ഞ വെർഷൻ ഇറക്കിയായിരുന്നു. അപ്പോൾ പിന്നെ നേരെ അങ്ങോട്ട് ചാടി. കാരണം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ റിസ്ക് എടുക്കാൻ വയ്യ. അല്ലേ FCPക്ക് അങ്ങനെ ഒരു ആദ്യ കാലത്തൊക്കെ എന്ന് വെച്ചാൽ അവരെപ്പോഴും ഈ മീഡിയ ഫയൽ നമ്മൾ എഫക്ട്സ് ഇട്ടല്ല അതിൻ്റെ ക്വിക്ക് ടൈം ഫയലിലാണ് അത് കൺവേർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനത്തെ പ്രോബ്ലം വന്നുകൊണ്ടിരുന്നത് തന്നെ. ഒരിക്കൽ തമിഴിലായാലും ഈ VT വിജയൻ സാർ, ലെനിൻ വിജയൻ എന്ന് പറഞ്ഞ ഇഷ്ടമല്ല, അദ്ദേഹം പറയുമ്പോൾ ഒരു വിജയ് പടത്തിന് ഇതുവരെ ഹാർഡ് ഡിസ്ക് ക്രാഷായിട്ട് കംപ്ലീറ്റ് പ്രോജക്റ്റ് പോയി. അത് പിന്നെ രണ്ടാമത് പോയി റെഡിയാക്കി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു ഓപ്ഷൻ കിട്ടാത്തതുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ആവിഡിൻ്റെ ഒരു വില കുറഞ്ഞ വെർഷൻ ഇറക്കി കഴിഞ്ഞപ്പം അങ്ങോട്ട് ചാടി. അപ്പം ഞാൻ ഹാപ്പിയാണ് ഇപ്പോൾ, പ്രശ്നമില്ല. നമ്മൾ അയ്യപ്പനും കോശിയും പറയുകയാണെങ്കിൽ സച്ചി സാറിൻ്റെ ഒരു നഷ്ടം എന്ന് പറയുന്നത് അത്രയും വലിയൊരു ഹിറ്റ് അല്ലേ, ഒരുപാട് അവാർഡ്സും എല്ലാ രീതിയിലും ആഘോഷിക്കപ്പെട്ടൊരു സിനിമ വന്നിട്ട് പിന്നീട് പുള്ളി പോവാന്ന് പറഞ്ഞ് വലിയൊരു നഷ്ടമായിട്ടാണ് നമ്മളിപ്പോഴും ഓർക്കണത്. ആ സിനിമയിലെ ബിജു ചേട്ടന് കിട്ടിയൊരു ഇൻട്രോ അല്ലെങ്കിൽ ബിജു ചേട്ടൻ അയ്യപ്പൻ നായരായിട്ട് വരുന്ന ആ വരവിൽ ഒക്കെ ഉള്ളത് ഒരിക്കലും മറക്കില്ല. അവാർഡും കിട്ടി, 2 അവാർഡും മേടിച്ചു തന്നെയാണല്ലോ അയ്യപ്പൻ നായർക്ക്. ശരിക്കും എങ്ങനെയായിരുന്നു ആ മറ്റേ അടകച്ചാക്കോ പാട്ടും പുള്ളി ആ നടന്നു വരുന്നതൊക്കെ ഉണ്ടല്ലോ ആ ഫൈറ്റിന് മുന്നേ? അന്ന് അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അത് ചുരുക്കി അങ്ങനെയാക്കിയതാണോ?
ഇല്ല, അത് ഫുൾ ഷോട്ട് ഒറ്റ ഷോട്ട് തന്നെയായിട്ട് വേണമെന്നുള്ള ആ, സച്ചിയുടെ പിന്നെ നിർബന്ധം ഫൈറ്റ് തന്നെയായിരുന്നു. ഉണ്ടല്ലോ കുറച്ച്. അതാ നടന്നു വരുന്ന ഒറ്റ ഷോട്ടായിട്ട് തന്നെ വേണമെന്നുള്ള സച്ചിയുടെ നിർബന്ധം തന്നെയായിരുന്നു. അതിലൊരു കട്ടുപാടില്ല, കട്ടുപാടില്ല. ഞാനത് കുറയ്ക്കാന്ന് പറഞ്ഞാൽ സമ്മതിച്ചില്ല. പിന്നെ പാട്ട് നമ്മൾ ടൈറ്റിൽ വേണ്ടിയിട്ട് സച്ചിയെ പറഞ്ഞു പറഞ്ഞ് ഞാൻ കുറേ പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ട് ഞാനൊന്ന് കേട്ട് നോക്കുക, ചേട്ടൻ കേട്ടിട്ട് എന്നൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ടൈറ്റിൽ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞു ഫസ്റ്റ് അവരുടെ ട്രാവലിങ്ങിൽ. അപ്പോൾ പാട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നി നമുക്ക് ഇത് പടത്തിൽ പല സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാം, സച്ചി നന്നായിരിക്കും. അങ്ങനെ പിന്നെ അത് റീ റെക്കോർഡിങ്ങിന് നമ്മൾ പല സ്ഥലത്ത് യൂസ് ചെയ്തു. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് ആ പാടി ഭയങ്കര ഫീലായിരുന്നു. ബിൽഡപ്പ് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് സച്ചിയുടെ നഷ്ടം അത് എനിക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ സച്ചി വിട്ടുപോയതിന് ശേഷം 1 മാസം ഞാൻ ജോലി ചെയ്തില്ല. എനിക്ക് അത്രയും പേഴ്സണലി അറ്റാച്ച്ഡ് ആളായിരുന്നു സച്ചി. കാരണം ഞാൻ സച്ചിയെ പരിചയപ്പെടുമ്പോൾ അവർ വക്കീലായിരുന്നു, സിനിമാക്കാരനായിട്ടല്ല പരിചയപ്പെടുന്നത്. ഇമോഷണലാവണോ പറയുമ്പോൾ? തീർച്ചയായിട്ടും എനിക്ക് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ തന്നെയായിരുന്നു, ഒരു ചേട്ടാനിയെ പോലെയായിരുന്നു ഞങ്ങൾ. എന്നാൽ സച്ചിയുടെ ഒരു കഴിവുകൾ എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. ഇത്രയും കഴിവുള്ളൊരു മനുഷ്യൻ, അത് എൻ്റെ വ്യക്തിപരമായ നഷ്ടം അത് പറഞ്ഞിരിക്കാൻ പറ്റാത്തതാണ്. ഇന്ന് നമുക്ക് സിനിമയ്ക്കുള്ള നഷ്ടം അതിഭീകരമാണ്. പരിചയപ്പെട്ട എല്ലാവരും അതൊരു വ്യക്തിപരമായ നഷ്ടം കൂടിയായിട്ട് പറയുന്നുണ്ടല്ലോ. എന്തോരം കഥകൾ പ്ലാൻ ചെയ്ത കഥകൾ, ഒരു 4-5 കഥകൾ പ്ലാൻ ചെയ്തിട്ടാണ്. രാജുവും ഞാനും വന്ന് സച്ചി ഹോസ്പിറ്റലായ ദിവസം ഞങ്ങൾ രാത്രി കുറച്ച് നേരം സംസാരിച്ചിരുന്നു. രാജുവിനെ എന്ത് പറഞ്ഞിട്ടും നേരം ചേട്ട് കംപ്ലീറ്റ് പോയില്ലേ, ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതൊരു ഞാൻ അവസാനം സച്ചി നേരിട്ട് കാണുന്നത് ഈ ഹോസ്പിറ്റലിൽ സർജറിക്ക് പോകുന്നതിന് 10 ദിവസം മുമ്പായിരുന്നു. അപ്പം ഞാൻ അന്ന് ചോദിച്ചു, സച്ചി നല്ല ആസ്പത്രിയാണോ തൃശ്ശൂർ? ഇല്ല ചേട്ടാ, നല്ല ആസ്പത്രിയാണ്. അപ്പോൾ എന്നെ ചേട്ടാന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. അപ്പം ചില സമയത്ത് ഞങ്ങൾ ഉടക്കുണ്ടാക്കുമെന്ന് പറയും, വെറുതെ ചേട്ടാന്ന് വിളിക്കുന്ന എന്നെ കൊണ്ട് വേറെ ഒന്നും വിളിപ്പിക്കരുത് പറയും. അപ്പോൾ ഞാൻ വേണേൽ അവിടുത്തെ കംപ്ലീറ്റ് ഡേറ്റാസ് അയച്ചു തരാം, ചേട്ടൻ നോക്കിക്കോ. അങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ പോവുക. ഞാൻ പറയില്ല സച്ചി, നമുക്കിവിടെ എറണാകുളത്ത് ഇഷ്ടംപോലെ ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ വെറുതെ. പക്ഷെ നമുക്ക് കേട്ടപ്പം തകർന്നുപോയി. അത് വിനീതിനൊക്കെ അറിയാം ഞങ്ങൾ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് എത്ര വലുതായിരുന്നു എന്ന്. വിനീത് അന്ന് സച്ചി മരിച്ച ദിവസം രാത്രി എന്നെ 12 മണിക്ക് വിളിച്ചു. എന്നെ പറഞ്ഞ് രഞ്ജേട്ടൻ ഒന്ന് ഉറങ്ങാൻ നോക്ക് കേട്ടോ. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അയ്യപ്പനും കോശിയിലെ വേറെ എന്താ വർക്കിംഗ് ഓർമ്മ? അയ്യപ്പനും കോശി ശരിക്കും പറഞ്ഞാൽ ലെങ്ത് കൂടുതലുണ്ടായിരുന്നു. എങ്ങനെ പോലും 3 മണിക്കൂർ കൂടുതലുണ്ടായിരുന്നു. പക്ഷെ അത് കുറയ്ക്കണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഇത്രയും ലെങ്ത് ഒരു കാരണവശാലും പറ്റില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ സച്ചി ശരി എന്നാൽ കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ സീനുകൾ നമ്മൾ ഷോട്ട് ചെയ്തു. കുറേ സീൻസ് ഷോട്ട് ചെയ്തൊരു 2:35 തോന്നുന്നു, 2.25 മണിക്കൂർ എന്തോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാൽ ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇത് പടം ഓക്കെ അല്ലേ, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ പടം എന്തായാലും പെർഫെക്റ്റായി ഓക്കെയാണ്, ഇനി നമുക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ ചില സീൻസുകളിലൊക്കെ പോർഷൻസ് കളഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഹ്യൂമർ കിട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു. അനുമോഹൻ്റെയൊക്കെ പോർഷൻസ് ഉണ്ടായിരുന്നു പല സീൻസിൽ. അതൊക്കെ ആഡ് ചെയ്ത് എങ്ങനെ ഒരു 7-8 മിനിറ്റോളം ഞാൻ ആഡ് ചെയ്തു. പിന്നെ അതിന് ശേഷം അതുപോലെ രാജു വെളുപ്പിനെ രാത്രിയില്ല പാലത്തൊക്കെ നടന്നു വരുന്നതൊക്കെ അതൊക്കെ കളഞ്ഞിരുന്നു. പിന്നെ ആഡ് ചെയ്തു. അങ്ങനെ നമ്മളെപ്പോഴും കളയുന്നതിനെ പറ്റി പറയാം, പക്ഷെ ആഡിങ് നടക്കാറുണ്ട്. അതുപോലെ പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കുന്നത്, അവസ്ഥ വിലയുന്നത്. അപ്പൊ നമുക്കത് ഇല്ലെങ്കിലും ഓക്കെയാണ് കഥയ്ക്ക്. പക്ഷെ അതാണ് ചിന്തിക്കുന്നത്. ആടെയും ചിന്തിക്കുന്നത് അതാണ്. ഇപ്പോൾ ഒരു സൈൻ കളയുമ്പോഴും ചിന്തിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പടത്തെ ഇതിനെ ബാധിക്കുന്നുണ്ടോ ഇല്ലെന്ന് മാത്രമേ നോക്കാറുള്ളൂ. ബാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് പടത്തിന് ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഈ 2 പേർക്കും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 2 പേർക്കും ഇമ്പോർട്ടൻസ് നമ്മൾ ഒന്നും കുറയ്ക്കരുതല്ലോ. അപ്പൊ രഞ്ജേട്ടനെ പ്രേക്ഷകന് എന്നോട് ചോദിച്ചാൽ ഞാൻ അയ്യപ്പൻ നായരെ ഭാഗത്തായിരുന്നു. പക്ഷെ അങ്ങനെയല്ല അത് കൺസ്യൂം ചെയ്തതെന്ന് അറിയാം. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. രഞ്ജേട്ടൻ അത് കാണുമ്പോൾ എങ്ങനെയാ തോന്നിയിട്ടില്ലേ? അയ്യപ്പൻ നായരോട് എനിക്ക് ഇഷ്ടമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതോടൊപ്പം തന്നെ കോശിയും നിൽക്കുമ്പോഴേ അതുപോലെ നിന്നെങ്കിലല്ലേ അതിന് ത്രില്ലുണ്ടാവുള്ളൂ. അപ്പോൾ ഇല്ലെങ്കിൽ പറ്റില്ല. പിന്നെ അതിൽ ശരിക്കും ബിജു ആണ് എന്നെ ഞെട്ടിച്ചയാൾ. ആ ക്യാരക്ടർ ചെയ്ത് ബിജു എത്രമാത്രം അതെങ്ങനെ ചെയ്യുന്നുള്ളൊരു കാര്യത്തിൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ സച്ചി പറഞ്ഞ് മര്യാദ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്ത അവനുള്ള ചേട്ടാ ഇല്ലെങ്കിൽ എൻ്റെ ക്ലൈമാക്സ് ഫൈറ്റൊക്കെ ഗംഭീരമായിട്ട്. പിന്നെ ആ ഫൈറ്റ് ഈ പറഞ്ഞ പോലെ അതിന് ഒരു അന്ത്യം ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നണം. പക്ഷെ അപ്പൊ നിങ്ങൾക്കത് എങ്ങനെയായിരിക്കണം അത് ചെയ്തെടുക്കുന്നത്? ഒരുപാടുണ്ടായിരുന്നു, അത് കുറേ ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്നാലും ഇത്രയും
ജനങ്ങൾ ഇത്രയും കണ്ടാൽ മതി എന്ന് വിചാരിച്ചു. അത് തന്നെ നമുക്ക് അയ്യോ ഇതെന്താണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. ആ ഫൈറ്റ് എല്ലാ ഫൈറ്റുകളും അങ്ങനെയാണല്ലോ, ഇവരിത് എന്നാ തല്ലി തീരാ എന്നുള്ള, അതെവിടെ അവസാനിക്കുന്നില്ല. ഒരു ഭയങ്കര പടമല്ലേ സച്ചി. ഒന്നാമത് സച്ചിയുടെ ഒരു സിനിമയിലുള്ള ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കരം തന്നെയാണ്. അത് സച്ചി എഴുതുമ്പോഴും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ